എത്ര വലിയ കെട്ടുമുട്ടുള്ള തടസ്സം നിൽക്കുന്ന ഭൂമിയും വിറ്റുപോകും. നിന്റെ കച്ചവട സ്ഥാപനം വിൽപ്പന നടക്കുന്നില്ലേ, അത് കച്ചവടമായി മാറും. നിനക്ക് ഏത് വസ്തുവാണോ വിൽപ്പനയിൽ തടസ്സപ്പെട്ട് നിൽക്കുന്നത്, അതിന്റെ തടസ്സങ്ങൾ മാറി ഹൈറായ രീതിയിൽ നല്ല വിലയിൽ അത് വിറ്റുപോകും. ഇതൊരു മുജറബായിട്ടുള്ള അമലാണ്. കിതാബുകളിൽ മഹാന്മാര് അവിടുന്ന് പഠിപ്പിച്ചു തന്ന ഒരു അമലാണ്. ആത്മാർത്ഥതയോടുകൂടി ഇഖ്ലാസോടുകൂടി അമൽ ചെയ്താൽ നിന്റെ മുറാദ് ഹസന. ധാരാളം ആളുകൾ അനുഭവം പറഞ്ഞൊരു അമലാണ് ഈ ഒരു അമൽ. ഒന്ന് ചെയ്ത് നോക്ക്. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹനിധികളായ എൻ്റെ മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ മജ്ലിസിൽ ചർച്ച ചെയ്യുന്നത് ധാരാളം ആളുകൾ സങ്കടം പറഞ്ഞ് സമീപിച്ചൊരു വിഷയമാണ്. കുറേ കാലായുധങ്ങളെ എൻ്റെ വീടും പറമ്പും വിൽപ്പനക്ക് വെച്ചിട്ട് നടക്കണില്ല. ആളുകളൊക്കെ വരുന്നുണ്ട്, നോക്കുന്നുണ്ട്, കാണുന്നുണ്ട്. പക്ഷേ കാര്യങ്ങളിലേക്ക് അടുക്കുമ്പോൾ അത് തട്ടിത്തെറിച്ചു പോവാണ്. വിൽപ്പന നടക്കുന്നില്ല. പല സ്ഥലങ്ങളിൽ പോയി അതിൻ്റെ കുറേ കാര്യങ്ങൾ ഞങ്ങൾ ചെലവാക്കി, നടക്കണില്ല. എന്തോ ഒരു കെട്ടുണ്ട് എന്നാണ് എല്ലാവരും പറയുന്നത്. ഇതിന് വലിയ പ്രയാസമുണ്ട് എന്നാണ് എല്ലാവരും പറയുന്നത്. ഈ പ്രയാസങ്ങൾ മാറാൻ ഞാൻ ഏത് അമലാണ് ഞങ്ങൾ സ്വീകരിക്കേണ്ടതെന്നുണ്ട് എന്ന് സമ്മതം ചോദിക്കുന്നവർ, വിളിക്കുന്നവർ, അന്വേഷിക്കുന്നവർ, നേരിൽ സമീപിക്കുന്നവരുണ്ട്. ഒരു അമല്, പവർഫുൾ ആയിട്ടുള്ള അമല്, മഹാന്മാരായ ആലിമീങ്ങൾ കിതാബുകളിൽ രചിച്ച മുജറബായിട്ടുള്ള അമല്, നമ്മൾ തന്നെ കുറെ ആളുകൾക്ക് ചെയ്യാൻ കൊടുത്തിട്ട് റിസൾട്ട് ലഭിച്ചൊരു അമലാണ് ഈ ഒരു അമല്. ഇൻഷാ അല്ലാഹ് ഇത്രയും പ്രയാസമുള്ള ആളുകൾ, ഞാൻ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുള്ള ആളുകൾ, ഇനി ഭൂമിയല്ല, വീട് വിൽക്കാനുണ്ട്, കച്ചവട സ്ഥാപനം വിൽക്കാനുണ്ട്, അല്ലെങ്കിൽ വാഹനം വിൽക്കാനുണ്ട്, ഏതിനും ഇത് അനുയോജ്യമാണ്. ചെയ്താൽ റിസൾട്ടാണ്. അള്ളാഹു തന്നനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല കാര്യങ്ങൾ പറയാനും നല്ലതനുസരിച്ച് പ്രവർത്തിക്കാനും അള്ളാഹു നമുക്ക് ഭാഗ്യം തന്നനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ് കൂടുതൽ പറഞ്ഞ് നിങ്ങളെ വിലപ്പെട്ട സമയത്ത് ഞാൻ കവർന്നെടുക്കുന്നില്ല. ഉടനെ തന്നെ നമുക്ക് അമലിലേക്ക് കടക്കാം. ഏതാണ് അമല്? അത് പറയുന്നതിന് മുമ്പ് നമ്മളെപ്പോയി മജ്ലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിൽ കാണാനുള്ള അവസരം ധാരാളം ആളുകളാണ് പല ഭാഗങ്ങളിൽ നിന്നായിട്ട് നമ്മുമായി സമീപിക്കുന്നവർ, ബന്ധപ്പെടുന്നവരുണ്ട്. അവർക്കൊന്നും ബുദ്ധിമുട്ടാവരുത്, അവർക്ക് പ്രയാസപ്പെടരുത്. ബുക്കിംഗ് ചെയ്യാതെ സമീപിക്കാൻ, കൺസൾട്ടിങ്ങിനായിട്ട് വരരുത് എന്നുള്ള നിലക്കാണ് ഇത് വീണ്ടും വീണ്ടും ഇൻഷാ അല്ലാഹ് നമ്മൾ മജ്ലിസുകളിൽ പറയുന്നത്. ഇനി നേരിൽ കാണാനുള്ള അവസരം വരുന്ന ശനിയാഴ്ചയാണ്. ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞു വരാം. നമ്മുടെ സകല പ്രയാസങ്ങളും, എല്ലാവിധ ഇടങ്ങേറുകളും, എല്ലാവിധ ബുദ്ധിമുട്ടുകളും, ബലാകളും, മുസീബത്തുകളും അല്ലാഹുവിൽ ഞങ്ങൾക്ക് നീ തീർത്ത് ജീവിതത്തിൽ വലിയ റാഹത്ത്, വലിയ അപൂർവത ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. ജീവിതത്തിൽ വലിയ ബർക്കത്ത് ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ഏത് ഉദ്ദേശത്തിലാണോ ഈ മജ്ലിസ് കാണുന്നത്, അല്ലാഹുവേ, ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ, ഞങ്ങളുടെ മുറാദുകൾ അല്ലാഹു നീ ഹസനാക്കി നൽകണം അല്ലാഹ്. നീ ഹസനാക്കി നൽകണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് അമല്. ഏതാണ് അമല്? ഈ അമല് ചെയ്യേണ്ടത് വെള്ളിയാഴ്ച സൂര്യൻ ഉദിക്കുന്ന സമയത്ത്, സൂര്യൻ ഉദിക്കുന്ന സമയത്താണ് ഈ അമല് ചെയ്യേണ്ടത്. കുറച്ച് വെള്ളം എടുക്കുക, കിണറിലെ കുറച്ച് വെള്ളം എടുക്കുക, കിണറിലാവാം, പൈപ്പിൽ നിന്നാവാം. വെള്ളം എടുത്തുകൊണ്ട്, ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് അതിലേക്ക് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ 43-ാമത്തെ അധ്യായം. ഏതാണ് അധ്യായം? സൂറത്തുൽ സുഹ്റുഫ്. സൂറത്തുൽ സുഹ്റുഫ് 8 പ്രാവശ്യം, 8 തവണ ഈ വെള്ളത്തിലേക്ക് ഓതി മന്ത്രിക്കുക. ഓരോ പ്രാവശ്യം ഓതി കഴിഞ്ഞതിന് ശേഷം ഈ വെള്ളത്തിലേക്ക് ഇഷ്ഫി എന്ന് മന്ത്രിക്കുക 3 തവണ. എത്ര ആയത്തുണ്ട് സൂറത്തുൽ സുഹ്റുഫിൽ? 89 ആയത്തുകളുണ്ട്. 89 ആയത്തുള്ള ചെറിയ ഒരു സൂറത്താണ്. ഒരു 8 തവണക്ക് നമുക്ക് ഓതാൻ പറ്റിയ ഒരു സൂറത്താണ് സൂറത്തുൽ സുഹ്റുഫ്. ഈ സുഹ്റുഫ് സൂറത്ത് 8 തവണ ഓതി ഈ വെള്ളത്തിലേക്ക് മന്ത്രിച്ച് വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ഭൂമി, അല്ലെങ്കിൽ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന പറമ്പ്, അല്ലെങ്കിൽ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന വാഹനം, കച്ചവട സ്ഥാപനം, എവിടെയും ആവാം, അവിടേക്ക് ഈ വെള്ളം ഒന്ന് തളിക്കുക. വെള്ളം മൊത്തത്തിലൊന്ന് തളിച്ചാൽ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ ഫള് കൊണ്ട്, ഈ സൂറത്തിന്റെ മഹത്വം കൊണ്ട് നല്ല രീതിയിൽ അനുയോജ്യമായ റാഹത്തായ നിലയ്ക്ക് വാങ്ങുന്ന ആൾക്കും ബുദ്ധിമുട്ടില്ല, കൊടുക്കുന്ന ഞമ്മക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അത് റാഹത്തായ നിലയിൽ കച്ചവടമായി മാറും. അള്ളാഹു സ്വീകരിക്കട്ടെ. ഈ അമല് ഇത്രം പ്രയാസമുള്ള ആളുകൾ സ്വീകരിക്കാൻ ഞാൻ നിങ്ങൾക്ക് സമ്മതം തരാണ്, ഇജാസത്ത് തരാണ്. ഇത് ചെയ്യാനുള്ള മഹാന്മാര് കിതാബുകളിൽ പറഞ്ഞൊരു അമലാണ് ഈ ഒരു അമല്. ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ് നിങ്ങളൊന്ന് സമ്മതം ചോദിക്കുക. കമന്റ് സെക്ഷനിലൂടെ തങ്ങളെ ഞാനിത് സ്വീകരിക്കട്ടെ.
അൽഹംദുലില്ലാ എന്നൊരു കമന്റ് രേഖപ്പെടുത്തുക. ഇത് നിങ്ങൾക്ക് വലുതായി ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. മറ്റുള്ള ആളുകളിലേക്ക്, ഇത്തരം പ്രയാസത്തിൽ ബുദ്ധിമുട്ടുന്ന ആളുകൾ, ഇത്തരം ബുദ്ധിമുട്ടിൽ പ്രയാസപ്പെടുന്ന ആളുകൾ, അവരിലേക്ക് അയച്ചു കൊടുക്കുക. അവരിലേക്ക് ഇത് ഷെയർ ചെയ്യാം. ഇതിനോടൊപ്പം ചേരാൻ, ഈ മജ്‌ലിസിനോടൊപ്പം ചേരാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ആ നമ്പറിൽ മെസ്സേജ് അയക്കുക. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.